ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് ചില ഇമ്പോർട്ടന്റ് നെയിംഡ് റിയാക്ഷൻസ് എങ്ങനെ ഓർമ്മിക്കാം. വളരെ ഈസി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ടുണ്ട് നമുക്ക് ഓർഗാനിക് റിയാക്ഷൻസ് എങ്ങനെ ഓർമ്മിക്കാം. അപ്പൊ എല്ലാവരും പെണ്ണൊക്കെ എടുത്ത് റെഡി ആവുക. നമ്മൾ എങ്ങനെയാണ് ഓർഗാനിക് റിയാക്ഷൻസ് ഇമ്പോർട്ടന്റ് നെയിംഡ് റിയാക്ഷൻസ് എങ്ങനെ ഓർമ്മിക്കാം എന്നതാണ് നോക്കുന്നത്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ നെയിംഡ് റിയാക്ഷൻ എന്ന് പറയുന്നതാണ് ഇറ്റാഡ് റിയാക്ഷൻ. ഇറ്റാഡ് ഇത് എങ്ങനെയാണ് നമുക്ക് കാണാം. ഈ ഞാൻ എഴുതിയിരിക്കുന്നതാണ് ഇറ്റാഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ എന്താണിത്? ടോളൂയിൻ ഓക്സിഡേഷൻ ഇൻ പ്രസൻസ് ഓഫ് CrO2 Cl2 gives ബെൻസാൾഡിഹൈഡ്. റിയാക്ഷൻ എങ്ങനെ ഓർമ്മിക്കാം? എങ്ങനെയാണ് ഇറ്റാഡ് റിയാക്ഷൻ ഓർമ്മിക്കുക? ഇറ്റാഡ് നല്ല ഒരു കുക്കാണ്, പാചകക്കാരനാണ്, കറിവെപ്പുകാരനാണ്. അപ്പൊ ഇറ്റാഡ് ഇന്ന് കറി വെക്കുന്നത് മീൻകറിയാണ്. അപ്പോ ഇറ്റാഡ് ഉപയോഗിക്കുന്ന മീൻകറിന്റെ പേരാണ് മീന്റെ പേരാണ് ടൊളൂയിൻ. ഇറ്റാഡ് ഉപയോഗിക്കുന്ന മീൻകറിക്ക് ഉപയോഗിക്കുന്ന മീന്റെ പേര് ടൊളൂയിൻ. ടൊളൂയിൻ. അപ്പൊ നമ്മള് എന്ത് ചെയ്യുന്നു? ടൊളൂയിനെ മീൻകറി വെക്കുകയാണ്. പക്ഷെ മീൻകറിക്ക് ഇറ്റാഡ് ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സ്പെഷ്യൽ കറി പൗഡറാണ്. കറി പൗഡറിന്റെ പേരാണ് CrO2 Cl2. ഇറ്റാഡ് ഉപയോഗിക്കുന്ന കറി പൗഡറിന്റെ പേര് CrO2 Cl2. അപ്പൊ നിങ്ങൾ കിട്ടിയിട്ടുണ്ടാവും ഇറ്റാഡ് ഉപയോഗിക്കുന്നത് മീൻകറി ടൊളൂയിൻ. ടൊളൂയിൻ is the mean. Then CrO2 Cl2 is the curry powder ഉപയോഗിച്ചു. അപ്പൊ ഓക്സിഡൈസ് ചെയ്തപ്പോ ഇറ്റാഡിന്റെ കറിക്ക് ഒരു പേരിട്ടു. അതാണ് ഇറ്റാഡിന്റെ കറി ബെൻസാൾഡിഹൈഡ്. ബെൻസാൾഡിഹൈഡ്. അപ്പൊ നമുക്ക് ബെൻസാൾഡിഹൈഡ്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഓർമ്മിക്കാം ഇറ്റാഡിന്റെ കറിയുടെ പേര് ബെൻസാൾഡിഹൈഡ്. അപ്പൊ ഇറ്റാഡ് എന്ത് കറിയാണ് വെക്കുന്നത്? മീൻകറി. മീന്റെ പേരെന്താണ്? ടൊളൂയിൻ. ടൊളൂയിൻ. മീൻ കറിക്ക് എന്ത് ചേർക്കണം? കറി പൗഡർ. ഏതാണ് കറി പൗഡർ? CrO2 Cl2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബെൻസാൾഡിഹൈഡ് കിട്ടി. ദാറ്റ്സ് ഓൾ. അപ്പൊ ടൊളൂയിൻ ഓക്സിഡേഷൻ പ്രസൻസ് ഓഫ് CrO2 Cl2 ബെൻസാൾഡിഹൈഡ്. സോ ദ നെയിം റിയാക്ഷൻ ഇറ്റാഡ് റിയാക്ഷൻ. നമ്മൾ അടുത്ത റിയാക്ഷനിലേക്ക് കടക്കാം. അടുത്തത് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. ഇതും നമുക്ക് നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മള് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ ഈ കാണുന്നതാണ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. അതായത് ബെൻസീൻ റിയാക്ട് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl in presence of anhydrous Cl3 ബെൻസാൾഡിഹൈഡ് ആണ് പ്രൊഡക്റ്റ്. നമ്മൾ നേരത്തെ പോലെ ഇറ്റാഡിന്റെ പ്രൊഡക്റ്റ് ബെൻസാൾഡിഹൈഡ് ആണെങ്കിൽ ഗെറ്റർമാൻ കോച്ച് റിയാക്ഷനിലും ബെൻസാൾഡിഹൈഡ് ഉണ്ടാകുന്നു. അപ്പൊ നമ്മള് എങ്ങനെയാണ് റിയാക്ഷൻ ഓർമ്മിക്കുന്നത്? ഗെറ്റർമാൻ കോച്ച്. ഗെറ്റർമാൻ എന്ന് പറയുന്നത് ഗെറ്റർമാൻ എങ്ങനെയാണ് നമ്മൾ ഓർമ്മിക്കുന്നത്? ഈ റിയാക്ഷൻ നോക്കിയാൽ ഗെറ്റർമാന് തന്റെ ബെൻസ് കാറിൽ യാത്ര ചെയ്യുകയാണ്. തന്റെ ബെൻസ് കാർ ബെൻസീൻ എന്ന് പറഞ്ഞാൽ ബെൻസ് കാർ ഗെറ്റർമാൻ യാത്ര ചെയ്യുമ്പോൾ ആരുടെ കൂടെ? കാറിൽ ബെൻസ് കാറിൽ ആരുടെ? CO ഉണ്ട്, HCl ഉണ്ട്. ബെൻസ് കാറില് CO and HCl ഉണ്ട്. അങ്ങനെ ബെൻസ് കാറിൽ പോകുമ്പോ ഗെറ്റർമാനാണ് ഗട്ടറുള്ള റോഡിൽ കൂടെ പോവുകയാണ്. അപ്പൊ അതാ വരുന്നത്. അതാ മഴ പെയ്തു. എന്നായിട്ട് മഴ പെയ്തപ്പോൾ എന്താണ്? മഴ പെയ്തപ്പോ ഗെറ്റർമാൻ ഇങ്ങനെ വണ്ടിയിൽ പോവാണ്. ഏത് വണ്ടി? ബെൻസ് വണ്ടി. ബെൻസിലാണ് പോകുന്നത്. കൂടെ CO ഉണ്ട്, HCl ഉണ്ട്. അങ്ങനെ അവസാനം പിന്നെ മഴ പെയ്തു. മഴ പെയ്തത് NH3 മഴയാണ്. ആ മഴയത്ത് അവിടെ വണ്ടി എവിടെ നിർത്തിയെന്ന് വെച്ചാൽ ബെൻസാൾഡിഹൈഡ് എയർപോർട്ടിലെത്തി. എയർപോർട്ടിൽ പാർക്ക് ചെയ്തു. ഏതാണ് എയർപോർട്ട്? ബെൻസാൾഡിഹൈഡ് എയർപോർട്ടാണ്. ബെൻസാൾഡിഹൈഡ്. അപ്പൊ ഇങ്ങനെ ഓർമ്മിക്കാം. ഗെറ്റർമാൻ യാത്ര ചെയ്തത് ബെൻസ് കാർ ബെൻസിന്റെ അകത്ത് ആരൊക്കെയുണ്ട്? CO and HCl ബെൻസ് കാർ ഇരുന്നിട്ട് പോവുകയാണ്. ഗട്ടറിലെത്തിയപ്പോ ഗട്ടറിൽ വന്നു. വണ്ടി എത്തിയപ്പോ മഴ പെയ്തു. മഴയാണ് പെയ്തത്. അങ്ങനെ എവിടെ എത്തി? അവർ അവസാനം എവിടെയാണ് വണ്ടി എത്തുന്നത്? ബെൻസാൾഡിഹൈഡ് എയർപോർട്ടിലേക്കാണ് അവർ യാത്ര. അങ്ങനെ ബെൻസാൾഡിഹൈഡ് എയർപോർട്ടിൽ ആരിറങ്ങി? നമ്മുടെ CO and HCl ഇറങ്ങി. അങ്ങനെ ബെൻസാൾഡിഹൈഡിൽ എത്തി. ബെൻസാൾഡിഹൈഡ് കിട്ടി പ്രൊഡക്റ്റ്. ദിസ് ഈസ് ഗെറ്റർമാൻ കോച്ച് റിയാക്ഷൻ. അപ്പൊ നമ്മൾ അടുത്ത നെയിം റിയാക്ഷൻ നോക്കാം. ദിസ് ഈസ് റീമർ-ടീമാൻ റിയാക്ഷൻ. അപ്പൊ നമ്മള് റിമർ-ടീമാൻ റിയാക്ഷൻ നോക്കിയാൽ ഫീനോൾ റിയാക്ട് വിത്ത് ക്ലോറോഫോം ആൻഡ് അക്വസ് ആൽക്കലി സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്തു. ദെൻ ഫോളോഡ് ബൈ അസിഡിഫിക്കേഷൻ സാലിസിൽഡിഹൈഡ് ഈസ് ഒബ്റ്റെയിൻഡ്. ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൾഡിഹൈഡ് ഈസ് സാലിസിൽഡിഹൈഡ്. അപ്പൊ നമ്മൾ ഇതാണ് റിമർ-ടീമാൻ റിയാക്ഷൻ. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ ഓർമ്മിക്കാം? റിമർ-ടീമാൻ ഒരു ഗുണ്ടയാണ്. കൊട്ടേഷൻ സംഘ തലവനാണ് റിമർ-ടീമാൻ. ഓക്കെ. അപ്പൊ ഈ പ്രാവശ്യം അയാൾക്ക് കിട്ടിയ കൊട്ടേഷൻ എന്ന് പറയുന്നത് ഫീനോൾ. നമ്മുടെ വില്ലൻ ആരാണ്? ഫീനോളിനെ ഒതുക്കാൻ കൊട്ടേഷൻ കിട്ടി. അങ്ങനെ ഇയാൾ റിമർ-ടീമാൻ എന്ത് ചെയ്തു എന്നാല്
ഫീനോളിനെ ഒതുക്കാൻ എന്ത് ചെയ്തു? ക്ലോറോഫോം. നമുക്കറിയാം ക്ലോറോഫോം അണത്താല് സംഭവം ശരിയായി പോകും, ആട് ശരിയായി പോകും. അങ്ങനെ ക്ലോറോഫോം അണപ്പിക്കും. അപ്പൊ ഇവിടെ ക്ലോറോഫോം ആണ് പൊട്ടാസ്യം സംഘത്തലവനായ റിമത്തിമാൻ ഉപയോഗിച്ചത് ആരെ ഒതുക്കാൻ? ഫീനോളിനെ ഒതുക്കാൻ. ക്ലോറോഫോം CHCl3 ക്ലോറോഫോം എടുത്തു മണപ്പിക്കുകയാണ്. അക്വസ് NaOH കളിച്ചു. അപ്പൊ എന്ത് സംഭവിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആര്? ഫീനോളിന്റെ ഹെയർ ഉണ്ട്. ഫീനോള് എച്ച് പോയി, മുടി പോയി, ഹെയർ പോയി. ആര് വന്നു? സോഡിയം വന്നു. അപ്പോ ക്ലോറോഫോം മണപ്പിച്ചപ്പോ ഹെയർ പോയി, സോഡിയം വന്നു, എച്ച് പോയി, സോഡിയം വന്നു, ONA ആയി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാം, ക്ലോറോഫോമിന് എത്ര കാലുണ്ട്? ഇവിടെ നോക്കിയാൽ മതി. കാലുണ്ട്, ക്ലോറിൻ 3 ക്ലോറിൻ ഉണ്ട്, 3 കാലുണ്ട്. 3 കാല് ഒഴിക്കാൻ പറഞ്ഞു, 3 കാല് ഒഴിച്ചളഞ്ഞി. ക്ലോറോഫോമിന്റെ 3 കാല് ഒഴിച്ചു ഇവിടെ CHCl3 എന്തായി? CHO ആയി ഇവിടെ വന്നു, പെൻസിന്റെ മുകളിൽ വന്നു. അപ്പൊ നമ്മള് ഇതിന് കുറച്ച് എന്ത് ചെയ്തു? ആസിഡ് ഒഴിച്ചു കൊടുത്തു, H+ ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഹെയർ തിരിച്ചു വന്നു. അപ്പൊ നമുക്ക് എന്തായി? ഓർത്തോ ഹൈഡ്രോക്സിലൻസ് ആൽഡിഹൈഡ്, സാലിസിലാൽഡിഹൈഡ്, റിമത്തിമാൻ റിയാക്ഷൻ. ഓർമ്മിച്ച റിമത്തിമാൻ മുണ്ടയാണ്. മുണ്ടക്ക് പണി എന്താണ്? പൊട്ടാഷ്യം കിട്ടി. ഇപ്രാവശ്യം കിട്ടിയത് ഫിനോൾ ആണ്. ഫിനോളിനെ ഒതുക്കാനായി ഉപയോഗിച്ചത് ക്ലോറോഫോമിന്റെ ആണ്. അങ്ങനെ എന്ത് ചെയ്തു? ക്ലോറോഫോം ഒഴിച്ചപ്പോ ഹെയർ പോയി. പിന്നെ NaOH ഒഴിച്ചപ്പോ ഹെയർ പോയിട്ട് എന്ത് വന്നു? സോഡിയം വന്നു. ഹെയർ പോയി, സോഡിയം വന്നു. പിന്നെയോ 3 കാലടിച്ചു വന്ന CHO വന്നു. ക്ലോറോഫോമിലെ CHO വന്നു. അപ്പൊ ആസിഡ് ഒഴിച്ചപ്പോ H+ ഒഴിച്ചപ്പോ ഹെയർ തിരിച്ചു വന്നു. സാലിസിലാൽഡിഹൈഡ്, ഓർത്തോ ഹൈഡ്രോക്സി ബെൻസാൽഡിഹൈഡ്. ദാറ്റ്സ് ഓൾ. അപ്പൊ അടുത്ത നെയിം റിയാക്ഷനിലേക്ക് കടക്കാം. നമുക്ക് കോപ്സ് റിയാക്ഷൻ എന്താണെന്ന് നോക്കാം. സോഡിയം ഫീനോക്സൈഡ് റിയാക്ട് വിത്ത് കാർബൺ ഡയോക്സൈഡ് at 4 to 7 atmospheric pressure and 413 Kelvin. Sodium salt of salicylic acid is formed, followed by acidification. Salicylic acid is obtained. Orthohydroxy benzoic acid is salicylic acid. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇനി ഈ റിയാക്ഷൻ എങ്ങനെ ഓർമ്മിക്കാം? അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. കോപ്സ് റിയാക്ഷൻ ആദ്യം നോക്കാം. കോപ്സിൽ S ഉണ്ട്. S4 സോഡിയം ഫീനോക്സൈഡ്. കോപ്സിൽ S സോഡിയം ഫീനോക്സൈഡ് ഓർമ്മിക്കാം. കോപ്സിൽ S ഉണ്ട്, സോഡിയം ഫീനോക്സൈഡ്. ഇനി കോപ്സ് ആണ് അപ്പൊ നമ്മള് CO2 ആണ് ഈ സാധനം. CO2. അപ്പൊ എന്താണ് വേണ്ടത്? സോഡിയം ഫീനോക്സൈഡ് റിയാക്ട് വിത്ത് കാർബൺ ഡയോക്സൈഡ് 4 to 7 atm and 413 Kelvin. 4 ഓർമ്മിക്കാം. 4 to 7 413 Kelvin. ഇനി നമ്മള് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? സോഡിയം ഫീനോക്സൈഡിലുള്ള Na പോയിട്ട് എന്ത് വന്നു? H വന്നു, OH വന്നു. പിന്നെ നമ്മള് COONA ഇങ്ങനെ മാറി. COONH ഇവിടെ വന്നു. അപ്പൊ സോഡിയം സാൾട്ട് ഓഫ് സാലിസിലിക് ആസിഡ് ആണ്. ഇനി ഇതില് നമ്മള് ആസിഡ് ചേർത്തപ്പോ Na+ പകരം H+ വന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഓർത്തോഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്, അതായത് സാലിസിലിക് ആസിഡ്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർമ്മിക്കാം? കോപ്സ് S4 സോഡിയം ഫീനോക്സൈഡ്. then കോപ്സ് ആണ്. CO2 റിയാക്ട് ചെയ്തു. 4 to 7 atm pressure, 413 Kelvin. നമുക്ക് കിട്ടുന്നത് ഇവിടെ നോക്കുക. ഇവിടെ CO2 എന്തായി? CONA ചേർന്നു, CONA then OH. അപ്പം സോഡിയം സാൾട്ട് ഓഫ് സാലിസിലിക് ആസിഡ് ആണ്. ഇത് നമ്മൾ ആസിഡിഫൈ ചെയ്തപ്പോ Na+ പകരം H+ വന്നു. അപ്പൊ നമുക്ക് സാലിസിലിക് ആസിഡ് കിട്ടി. അപ്പൊ നമുക്ക് അടുത്ത റിയാക്ഷൻസിലേക്ക് കടക്കാം. അടുത്തതെന്ന് പറയുന്നത് ക്ലമൻസ് റിഡക്ഷൻ ആൻഡ് വോൾഫ്രഷൻ റിഡക്ഷൻ. നമ്മൾ ആദ്യം ക്ലമൻസ് റിഡക്ഷൻ, ഇത് രണ്ടും റിലേറ്റഡ് ആണ്. അതായത് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുമ്പോൾ ഹൈഡ്രോ കാർബൺ ആയിരിക്കും. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ ഓൺ റിഡക്ഷൻ ഗിവ്സ് കറസ്പോണ്ടിങ് ഹൈഡ്രോ കാർബൺ. അപ്പൊ നമ്മൾ ഇവിടെ ക്ലമൻസ് റിഡക്ഷൻ എന്താണെന്ന് നോക്കാം. ആദ്യം നമ്മള് ഇവിടെ നോക്കാം. ആൽഡിഹൈഡ് ആണ് ഇത്. ആൽഡിഹൈഡ് എക്സാമ്പിൾ ആൽഡിഹൈഡ് ഓൺ റിഡക്ഷൻ വിത്ത് സിങ്ക് അമാൽഗം യൂസിംഗ് കോൺസെൻട്രേറ്റഡ് HCl gives corresponding hydrocarbon. ഇതാണ് C3 അതായത് അസറ്റാൽഡിഹൈഡ്. ഈ ആൽഡിഹൈഡ് ഗ്രൂപ്പ് നേരെ നമുക്കറിയാം ഇവിടെ CO ഗ്രൂപ്പ് CH2 ആയി കൺവേർട്ട് ചെയ്തു. കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ കിട്ടി. ദിസ് ഈസ് ഈഥെയ്ൻ. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കീറ്റോൺ അതേപോലെ CO ഗ്രൂപ്പിനെ CH2 ആയി കൺവേർട്ട് ചെയ്യാം.
അതായത് കീറ്റോണിനെയും നമുക്ക് റിഡക്ഷൻ നടത്തുന്നു ഈ പ്രസൻസ് ഓഫ് സിങ്ക് അമാൽഗം ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl കറസ്പോണ്ടിങ് എന്ത് ലഭിക്കുന്നു, ഹൈഡ്രോ കാർബൺ ലഭിക്കുന്നു. ദിസ് ഈസ് ഈതൈൽ ബെൻസീൻ എക്സാമ്പിൾ ആണ്. ഈ ക്ലമൻസ് റിഡക്ഷൻ എങ്ങനെ ഓർമ്മിക്കാം? ഇത് എക്സാമിന് വരുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് റിയാക്ഷൻ ആണ് ക്ലമൻസ് റിഡക്ഷൻ ആൻഡ് വോൾഫ്-ക്രിസ്റ്റ്നർ റിഡക്ഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് ഓർമ്മിക്കേണ്ടത് CO ഗ്രൂപ്പ് കൺവേർട്സ് ടു CH2 ആണ് ഇവിടെ നടക്കുന്നത്. റിഡക്ഷൻ ആണ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. അപ്പൊ നമ്മൾ എങ്ങനെ ഓർമ്മിക്കാം? ക്ലമൻസൺ. അപ്പൊ നമ്മുടെ C ഉണ്ട്, HCl, Cl ഉണ്ട്, Cl. അപ്പൊ കോൺസെൻട്രേറ്റഡ് HCl, കോൺസെൻട്രേറ്റഡ് HCl. റിയേജന്റ് ഈസ് കോൺസെൻട്രേറ്റഡ് HCl. അപ്പൊ ക്ലമൻസൺസിലെ റിയേജന്റ് ഓർമ്മിക്കണം ഏതാണ്? ക്ലമൻസൺസ് പറയുമ്പോൾ Cl ഉണ്ട്, കോൺസെൻട്രേറ്റഡ് HCl. Then zinc amalgam, zinc amalgam, ZnHD zinc amalgam. അപ്പൊ നമുക്ക് ആൽഡിഹൈഡ് ആണ്, CO ഗ്രൂപ്പ് ഉണ്ട്, CO ഗ്രൂപ്പ് കൺവേർട്സ് ടു CH2 ആണ്. അപ്പൊ നമ്മൾ ഓർമ്മിക്കേണ്ടത് റിഡക്ഷൻ മീൻസ് റിമൂവൽ ഓഫ് ഓക്സിജൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ. CO ഗ്രൂപ്പ് കൺവേർട്സ് ടു CH2. അപ്പൊ നമുക്ക് ആൽഡിഹൈഡ് കൺവേർട്സ് ടു കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ. ഇത് ഇത്രയും ഓർമ്മിച്ചാൽ മതിയാകും. ക്ലമൻസൺ, Cl ഉള്ളത് കൊണ്ട് HCl, കോൺസെൻട്രേറ്റഡ് HCl. then എന്ത് വേണം? സെൻ ഫോർ എന്താണ്? സിങ്ക് അമാൽഗം, ZnHG സിങ്ക് അമാൽഗം. അപ്പൊ നമുക്ക് CO group converts to CH2. This is corresponding hydrocarbon. അതേപോലെ കീറ്റോ ഗ്രൂപ്പ്, CO ഗ്രൂപ്പ് corresponding hydrocarbon CH2 ആയി മാറുന്നു. അപ്പൊ നമുക്ക് ഇതേ റിയാക്ഷൻ ക്ലമൻസൺ എന്ന് പറയുമ്പോൾ Cl concentrated Cl zinc amalgam, S for zinc amalgam. Okay, right. അടുത്ത നെയിംഡ് റിയാക്ഷൻ നോക്കാം, വോൾഫ്-ക്രിസ്റ്റ്നർ റിഡക്ഷൻ. ഇതും ഏതുപോലെ തന്നെയാണ് ക്ലമൻസൺ റിഡക്ഷൻ പോലെ പ്രോഡക്റ്റ് ഹൈഡ്രോകാർബൺ ആണ്, അതായത് CO ഗ്രൂപ്പ് കൺവേർട്സ് ടു CH2 ഗ്രൂപ്പ് ആണ്. ഈ റിയാക്ഷൻ നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഒരു ആൽഡിഹൈഡ് ദാറ്റ് ഈസ് കൺവേർട്സ് ടു ഹൈഡ്രോകാർബൺ ഉപയോഗിച്ചിരിക്കുന്നത് NH2. ദിസ് ഈസ് ഹൈഡ്രസീൻ. KOH പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഇൻ എത്തിലീൻ ഗ്ലൈക്കോൾ. ഇതാണ് റിയേജൻസ്. അപ്പൊ നമുക്ക് മെയിൻ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺ കൺവേർട്സ് ടു കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ in present when it react with the hydrazine in presence of KOH in ethylene glycol. ഇതെങ്ങനെ ഓർമ്മിക്കാൻ നോക്കാം. എന്താണ് റിയാക്ഷന്റെ പേര്? വോൾഫ്-ക്രിസ്റ്റ്നർ റിഡക്ഷൻ. നോക്കാം, വോൾഫ്-ക്രിസ്റ്റ്നർ നമുക്ക് അറിയാം ഇതെന്താണ്? ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണിനെ അതിൽ CO ഗ്രൂപ്പ് ഉണ്ട്, എന്തായിട്ട് മാറുന്നു? CH2 ഗ്രൂപ്പ് കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആണ് പ്രോഡക്റ്റ്. ഇപ്പൊ നമ്മൾ ഓർമ്മിക്കുക എങ്ങനെയാണ് പറയുന്നത്? വോൾഫ്-ക്രിസ്റ്റ്നർ എന്തുണ്ട്? K4KOH റിയേജന്റ് K4KOH. ആൽഡിഹൈഡ് ആണ് റിയേജന്റ് എന്ന് പറഞ്ഞു. ആൽഡിഹൈഡ് കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ ആകുന്ന രണ്ട് റിയാക്ഷൻസ് ആണ് നമ്മൾ പഠിച്ചത്, ക്ലമൻസൺസ് ആൻഡ് വോൾഫ്-ക്രിസ്റ്റ്നർ റിഡക്ഷൻ. അതിൽ ഒരു ആൽഡിഹൈഡ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുത്തു നോക്കിക്കോ. എങ്ങനെയാണ് ഓർമ്മിക്കുക? K4KOH in ethylene glycol, KOH in ethylene glycol, K4KOH. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ NH കാണാം, NH കൃഷ്ണർ റിഡക്ഷൻ, NH ഇതാണ് ഹൈഡ്രസീൻ ആണ്. എങ്ങനെ ഓർമ്മിക്കാം? NH2 NH2 ഹൈഡ്രസീൻ NH for NH2. അപ്പൊ നമുക്ക് റിയേജന്റ് ആയി ആൽഡിഹൈഡ് ആയി എക്സാമ്പിൾ അസറ്റാൽഡിഹൈഡ് ആണ് നമ്മുടെ KOH എഥിലീൻ ഗ്ലൈക്കോൾ കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് C ഡബിൾ ബോണ്ട് O ഉണ്ടായിരുന്നു, അത് CH2 ആയി മാറി. അപ്പോൾ നമുക്ക് CH3 കിട്ടി, N2 H2O. അപ്പൊ നമുക്ക് ഇതാണ് റിയാക്ഷൻ വോൾഫ്-ക്രിസ്റ്റ്നർ റിഡക്ഷൻ. എങ്ങനെയാണ് വോൾഫ്-ക്രിസ്റ്റ്നർ റിഡക്ഷൻ ഓർമ്മിക്കുക? വോൾഫ്-ക്രിസ്റ്റ്നർ പറയുമ്പോൾ KOH എഥിലീൻ ഗ്ലൈക്കോൾ. Then NH NH2 that is what hydrazine. Okay, corresponding product is hydrocarbon. അപ്പോൾ നമുക്ക് രണ്ട് റിയാക്ഷൻ ആണ്, ക്ലമൻസൺ റിഡക്ഷൻ ആൻഡ് വോൾഫ്-ക്രിസ്റ്റ്നർ റിഡക്ഷൻ. രണ്ട് കേസിലും ആൽഡിഹൈഡ് ഓർ കീറ്റോൺ കൺവേർട്സ് കറസ്പോണ്ടിങ് ഹൈഡ്രോകാർബൺ. C double bond converts to CH2 group. That's all. അപ്പൊ നമുക്ക് അടുത്ത രണ്ട് ഇമ്പോർട്ടന്റ് നെയിംഡ് റിയാക്ഷനിലേക്ക് പോകാം. സാൻഡ്ബേസ് റിയാക്ഷൻ ആൻഡ് ഗെറ്റർമാൻ റിയാക്ഷൻ. ഇവിടെ നമുക്ക് പ്രോഡക്റ്റ് സെയിം ആണ്, റിയാക്ടന്റ് സെയിം ആണ്. അതാണ് ഈ രണ്ട് റിയാക്ഷൻ ഓർമ്മിക്കാനുള്ളത്. ഒന്ന് ബെൻസിൻ ഡയാസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് CuCl and HCl. കറസ്പോണ്ടിങ് പ്രൊഡക്റ്റ് ഈസ് ക്ലോറോബെൻസീൻ ആണ്.
അതേ റിയാക്ടന്റ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് റിയാക്ട് വിത്ത് കോപ്പർ പൗഡർ ആൻഡ് HCl ആണെങ്കിൽ CuRHCl ആണെങ്കിൽ ക്ലോറോബെൻസീൻ. ഒന്ന് കോപ്പർ പൗഡർ മറ്റേത് CuCl, അതാണ് ഡിഫറൻസ്. പ്രോഡക്റ്റ് സെയിം ആണ്, ക്ലോറോബെൻസീൻ. രണ്ടിലും റിയാക്ടന്റ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് ആണ്. ഇനി ഈ റിയാക്ഷൻ എങ്ങനെ ഓർമ്മിക്കണം? സാൻമേറും ഗെറ്റർമാനും നല്ല ഫ്രണ്ട്സ് ആണ്. അവര് പണി എന്താണ്? റോഡ് കോൺട്രാക്ട് എടുക്കലാണ്. റോഡ് കോൺട്രാക്ട് ചെയ്യുന്നു പല ജോലി. അങ്ങനെ നമ്മൾ നോക്കുമ്പോ ഇവിടെ ഏത് റോഡാണ് സാൻമേഴ്സും ഗെറ്റർമാനും പരീക്ഷിക്കുന്നത്? ഏത് റോഡാണ് ഇവർക്ക് സാൻമേഴ്സിന് കിട്ടിയതെന്നാൽ ആ റോഡിന്റെ പേരാണ് ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് റോഡ്. ഏത് റോഡ്? ബെൻസീൻ ഡയാസോണിയം ക്ലോറൈഡ് റോഡ്. അങ്ങനെ അത് കോൺക്രീറ്റ് ചെയ്യാനാണ് ഇവർക്ക് കോൺട്രാക്ട് കിട്ടിയത് സാൻമേറിന്. അപ്പൊ സാൻമേർ പറയാതെ സാൻമേർ എന്ത് ചെയ്തു? കോൺക്രീറ്റ് ചെയ്തു. CuCl കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ച കോപ്പർ ക്ലോറൈഡ് ആണ്. CuCl and HCl. അപ്പൊ HCl ചേർത്തപ്പോ Cl ചേർത്തപ്പോ ക്ലോറോബെൻസീൻ കിട്ടി. കോൺക്രീറ്റ് എന്നാ ഉപയോഗിച്ചത്? CuCl. കോൺക്രീറ്റ് ചെയ്യാൻ ഉപയോഗിച്ചത് CuCl and HCl. അപ്പൊ എന്ത് കിട്ടി? ക്ലോറോബെൻസീൻ കിട്ടി. പക്ഷേ ഗെറ്റർമാൻ ആരുടെ ഫ്രണ്ട്സ് ആണ്? സാൻമേഴ്സിന്റെ ഫ്രണ്ട്സ് ആണ്. അപ്പൊ സാൻമേർ പറയാം, നീ എന്തിനാണ് CuCl ഉപയോഗിച്ചിട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ? CuCl ഇത് കോസ്റ്റ്ലി അല്ലേ? കോസ്റ്റ്ലി ആയതുകൊണ്ട് അയാൾ പറഞ്ഞു, ഗെറ്റർമാൻ പറഞ്ഞു കോപ്പർ പൗഡർ മതി. കോപ്പർ പൗഡർ ഇട്ട് കൊടുത്തപ്പോ കോപ്പർ പൗഡർ HCl ഉപയോഗിച്ചപ്പോ ഗെറ്റർമാൻ്റെ ചെലവ് കുറഞ്ഞ കോൺക്രീറ്റ് ആണ്. അങ്ങനെ ക്ലോറോബെൻസീൻ റോഡായി. ക്ലോറോബെൻസീൻ കിട്ടി. അപ്പോ റോഡ് പണിയാണ് ഇവിടെ നടക്കുന്നത്. കോൺക്രീറ്റ് എടുക്കുന്നത് സാൻമേർ ആണ്. കോൺക്രീറ്റ് ചെയ്യുന്ന സാൻമേർ എടുത്തപ്പോ CuCl കോസ്റ്റ് കൂടിയത് CuCl HCl ആണ്. അത് ഉപയോഗിച്ചപ്പോ ക്ലോറോബെൻസീൻ. HCl ഉപയോഗിച്ചപ്പോ ക്ലോറോബെൻസീൻ. ഇനി ഗെറ്റർമാൻ പറഞ്ഞു ഇത് കോസ്റ്റ്ലി ആണ്, അതുകൊണ്ട് നമുക്ക് കോപ്പർ പൗഡർ ചേർത്താൽ മതി. അങ്ങനെ ക്ലോറോബെൻസീൻ കിട്ടി. കോപ്പർ പൗഡർ ചേർത്തിട്ട് ചെയ്തപ്പോ പൈസ കുറഞ്ഞു, ചെലവ് കുറഞ്ഞ രീതിയിൽ ചെയ്തു. അപ്പൊ കോപ്പർ പൗഡർ ഉപയോഗിച്ചു. ക്ലിയർ ആണ്?